മധുഭാസ്കരൻ. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സാർ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. നാളെ ചെയ്യണമെന്ന് തീരുമാനിക്കും, പറ്റുന്നില്ല. ഇന്നൊരു കാര്യം ചെയ്യണം തീരുമാനിച്ചാൽ നാളെ ആവട്ടെ എന്ന് മാറ്റിവെക്കുന്നു സാർ. ഒരിക്കലും വിചാരിച്ച പോലെ ടൈമിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നതാണ്. എന്നോട് ആരെങ്കിലും നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയുന്ന ഉത്തരം, നാളെ എന്നൊരു ദിവസം ഇല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. ഇന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നാളെ എന്ന് പറയുന്നൊരു സാധനമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന വാക്കും പിന്നെ ചെയ്യാം എന്ന് പറയുന്ന വാക്കും ലോകത്ത് നിലവിലില്ല എന്ന് തിരിച്ചറിയുക. പക്ഷേ ലോകത്ത് നടത്തിയ പഠനങ്ങൾ പറയുന്നത് ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകൾ 15 തൊട്ട് 20% പേര് ആളുകൾ ഇങ്ങനെ നീട്ടിവെക്കുന്നത് സ്വഭാവമായി കൊണ്ട ആളുകൾ ആണ് എന്നതാണ്. അവർ 15 തൊട്ട് 20% ആളുകൾ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഹാബിറ്റായി മാറ്റിയവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നീട്ടിവെക്കുന്ന ഈ സ്വഭാവത്തിനെ നാളെ ചെയ്യാം എന്ന് മാറ്റിവെക്കുന്നത് ജീവിതത്തിൽ ഭയങ്കര അപകടമുണ്ടാക്കുമെന്നും അങ്ങനെ അതിനെ, ആ ശീലത്തിനെ അല്ലെങ്കിൽ ആ സ്വഭാവത്തിനെ മാറ്റിക്കളയാൻ, അങ്ങനെ അല്ലാതെ മാറ്റിവെക്കാതെ അപ്പോൾ വിചാരിച്ച കാര്യം അപ്പോൾ തന്നെ ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായി 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റിവെക്കുന്ന സ്വഭാവത്തിനെ മാറ്റാൻ കഴിയുമെന്നതാണ്. 1, ഏതൊരു ഗോൾ ഉണ്ടാക്കുമ്പോഴും അതിനൊരു ഡെഡ് ലൈൻ തീരുമാനിക്കുക. ഉദാഹരണം, എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് കരുതുക. ഈ കമ്പനി 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോരാ. അത് എത്ര കാലത്തിൻ്റെ ഉള്ളിൽ 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കുമെന്ന് വ്യക്തമായി കാലാവധി നിർണ്ണയിക്കുക. 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുക. അങ്ങനെ എന്ത് ഗോൾ തീരുമാനിക്കുമ്പോഴും അതിനൊരു ഡെഡ് ലൈൻ, ഒരു കാലത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പരിധി വെച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ആ ഗോളിന് ചെയ്യുമ്പോൾ തന്നെ 2 ഭാഗങ്ങളായി ഗോളിനെ തിരിക്കണം. 1 ലോങ് ടേം ഗോൾ, 2 ഷോർട്ട് ടേം ഗോൾ. ഉദാഹരണം, 5 കൊല്ലത്തിൽ 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കണം എന്നതാണ് ലോങ് ടേം ഗോൾ എങ്കിൽ അടുത്ത മാസം എന്തുണ്ടാക്കണം, അതാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. കാരണം ഈ ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാകും. കാരണം 5 കൊല്ലത്തിലാണല്ലോ 100 കോടി ഉണ്ടാക്കേണ്ടത്, പിന്നെ ഈ 5 കൊല്ലം കിടപ്പുണ്ടല്ലോ എന്ന ചിന്ത വരും. പക്ഷേ ഈ ഷോർട്ട് ടൈം ഗോൾ, അത് തൊട്ടടുത്ത് ചെയ്യേണ്ട കാര്യം വരുമ്പോൾ നമ്മൾ അലേർട്ടാകും. അതുകൊണ്ടാണ് ലോങ് ടൈം ഗോൾ മാത്രം പോരാ, ഷോർട്ട് ടൈം ഗോൾ കൂടി നിർണ്ണയിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗോൾ വിത്ത് ഡെഡ് ലൈൻ, ഒരു ഡെഡ് ലൈൻ തീരുമാനിക്കുക എന്നതാണ്. 2, അങ്ങനെ ഏത് ഗോൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഗോളുകളായിരിക്കണം എന്നതാണ്. ദ ഗോൾ ഷുഡ് ബി ചലഞ്ച് യുവർ സെൽഫ് എന്നാണ്, നിങ്ങളെ വെല്ലുവിളിക്കുന്നതായിരിക്കണം. വളരെ ലളിതമായ ഗോളുകൾ ചെയ്യാൻ നമുക്ക് പലപ്പോഴും തോന്നില്ല. നമ്മളെ ചെറിയ രീതിക്കെങ്കിലും വെല്ലുവിളിക്കുന്ന ഗോളുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ എനിക്ക് 90 കോടി രൂപ ടേൺ ഓവർ ഉണ്ടെന്ന് കരുതുക. 90 കോടി ടേൺ ഓവറുള്ള ഞാൻ 5 കൊല്ലത്തിൽ ഇനി 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ഗോളല്ല. കാരണം 90 കോടി നിലവിലുണ്ട്, ഇനി 5 കൊല്ലത്തിൽ 10 കോടി ഉണ്ടാക്കേണ്ടത് വലിയ കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ ഗോളല്ലാണ്ട് ചലഞ്ചിങ് ഗോൾ തീരുമാനിക്കുക എന്നതാണ്. 3, അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഗോളിനെ ഷോർട്ട് ടൈം ഗോളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ സ്റ്റെപ്പിൽ. ആ ഷോർട്ട് ടൈം ഗോളിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തികൾ, ഡേ ടു ഡേ ചെയ്യേണ്ട ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് എന്ത് ചെയ്യണം, 1 2 3 4 അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക. കാരണം ആ ചെയ്യേണ്ട പ്രവൃത്തികൾ നമ്മൾ തൊട്ടടുത്ത് വെച്ചു, അപ്പോൾ അത് ചെയ്യാനുള്ള പ്രവണതയുണ്ടാകും. ലിസ്റ്റ് ഉണ്ടാക്കുക, ഡെയിലി ചെയ്യേണ്ട ജോലികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. 4, അവോയ്ഡ് ദ ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് അങ്ങനെ അത് ചെയ്യാൻ ഇപ്പം തന്നെ ചെയ്യാനുണ്ടാകുന്ന ടെൻഡൻസിക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ. ഉദാഹരണം, എനിക്കിപ്പോൾ ഒരു പുസ്തകം വായിക്കണം, പക്ഷേ ഈ പുസ്തകം വായിക്കുന്ന തടസ്സം എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്ന ശീലമാണെന്ന് കരുതുക. അപ്പോൾ ദയവായ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിടുക, ഇല്ലെങ്കിൽ എൻ്റെ നെറ്റ് കണക്ഷൻ ഞാൻ മാറ്റിക്കളയുന്നു. ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ മറികടക്കുക എന്നതാണ് 4ാമത് ചെയ്യാവുന്ന കാര്യം. 5ാമത് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ ഒരു വെൽവിഷറിനെ ഏൽപ്പിക്കാം. ഞാൻ ഒരാഴ്ചയ്ക്ക് തീരുമാനിച്ച ഗോൾ ഇതാണ്, അതിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ഇതാണ്, ഈ പ്രവൃത്തിയെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഏൽപ്പിക്കുക. കാരണം മറ്റുള്ളവർ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാകും എന്നതാണ് ഈ 5ാമത്തെ കാര്യത്തിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു തന്ത്രം.
ആറാമത്തത് ആ പ്രവൃത്തി ചെയ്യാൻ ഒരു പാർട്ട്ണറെ, ഒരു വർക്കിംഗ് പാർട്ട്ണറെ കൂടെ കൂട്ടുക. ഉദാഹരണം, ജിമ്മിൽ പോവാൻ നമ്മൾ തീരുമാനിക്കുന്നു. ജിമ്മിൽ നാളെ പോവാം എന്നൊരു ടെൻഡൻസി വരാതിരിക്കാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെയും കൂട്ടി ജിമ്മിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പം അദ്ദേഹം രാവിലെ ഇറങ്ങുമ്പോൾ നമുക്കും ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്നാണ്. അതുകൊണ്ട് ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പേരും 3 പേരായി ഒന്നിച്ച് ജിമ്മിൽ പോകുന്നവർ പൊതുവേ എല്ലാ ദിവസവും പോകും. ഒറ്റയ്ക്ക് പോകുന്നവർക്കാണ് എന്നാൽ പിന്നെ പോവാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക ഈ പ്രവൃത്തിയിൽ. അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മടി തോന്നുമ്പോൾ നിങ്ങൾ ഇറങ്ങും, നിങ്ങൾക്ക് മടി തോന്നുമ്പോൾ അദ്ദേഹം ഇറങ്ങും. അപ്പോൾ ഈ പ്രവൃത്തി നടക്കുകയും ചെയ്യും. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക എന്നതാണ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായതിന് ശേഷം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് എന്താ നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയാറുണ്ട്, എനിക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലം ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ കലക്കും. എന്താ നിങ്ങൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായാലും ഒന്ന് കാര്യമായിട്ട് പ്രവർത്തിക്കാത്തത് എന്താ? എനിക്ക് ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ കൊല്ലും എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇവരെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇവരുടെ കയ്യിൽ വഞ്ചിയുണ്ട്, കടപ്പുറത്താണ് ഇരിക്കേണ്ടത്, കടലിൽ ഇറക്കിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തിരമാലകൾ ഒഴിഞ്ഞിട്ട് വേണം വഞ്ചി ഇറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എല്ലാം ശരിയായതിന് ശേഷം പ്രവർത്തിക്കാം എന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക. ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ പണി സ്റ്റാർട്ട് ചെയ്യുക, പിന്നീട് എല്ലാം ശരിയാകുമെന്നതാണ്. അങ്ങനെ 7 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. 1, ഏത് ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു ഡെഡ് ലൈൻ തീരുമാനിക്കുക, ഒരു കാലത്തിൻ്റെ പരിധി തീരുമാനിക്കുക. ലോങ് ടൈം, ഷോർട്ട് ടൈം ഗോളുകളായി തിരിക്കുക. ഷോർട്ട് ടൈം ഗോൾ ചെയ്യാൻ പ്രചോദനം നൽകും. 3, അങ്ങനെ ഗോൾസ്. 2ാമത്തെ കാര്യം, അങ്ങനെ ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഗോളുകളാവാൻ ശ്രമിക്കുക. അപ്പോൾ വെല്ലുവിളിയെ നേരിടാനുള്ള മനസ്സ് ഉണ്ടാകുമെന്നതാണ്. 3, ഡെയിലി ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രവൃത്തികൾ ചെയ്യുക. 4, അങ്ങനെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഡിസ്ട്രാക്ഷനായി വരുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക, തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക. 5, നമ്മുടെ ആ പ്രവൃത്തികളുടെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക. നമ്മുടെ സുഹൃത്തിനെയോ വെൽവിഷറെ ഏൽപ്പിക്കുക, അദ്ദേഹം വിലയിരുത്തട്ടെ. അദ്ദേഹത്തിന് മേൽനോട്ടത്തിലാകുമ്പോൾ ചെയ്യാനുള്ള പ്രവണതയുണ്ടാകും. 6, ഈ പ്രവൃത്തി ചെയ്യാൻ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, വർക്കിംഗ് പാർട്ട്ണറെ പോലെ ഒരാളെ കണ്ടുപിടിക്കുക. കാരണം അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യാനുള്ള പ്രവണതയുണ്ടാകും. 7, പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കുക. എല്ലാം ശരിയായതിനു ശേഷം തുടങ്ങാമെന്ന പ്രവണത മാറ്റുക. തുടങ്ങുക, പിന്നീട് എല്ലാം ശരിയായിക്കോളും. ഇങ്ങനത്തെ 7 കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി മാറ്റിവെക്കണം എന്ന ചിന്തയില്ലാതെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുക. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്ന് പറയുന്നവർക്ക് വിജയവും പിന്നെ 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 എന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക എന്നതാണ് ഈ വീഡിയോൻ്റെ മെസ്സേജ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി 3 കാര്യങ്ങൾ ചെയ്യുക. 1, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ്, ആ ചാനലിൻ്റെ താഴെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, ആ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് 2. 3ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഗുണം അവർക്ക് കൂടി കിട്ടട്ടെ. ലോകം ഒരുപാട് വളരാൻ സാധ്യതയുള്ള മനുഷ്യനാണ് എന്ന തിരിച്ചറിവോടുകൂടി തൻ്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ഇത്തരം വീഡിയോകളും പുസ്തകങ്ങളും നമ്മുടെ ഇടപെടലും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.